നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന CSA അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ കലാസംവിധായകനും അവാർഡ് ജേതാവുമായ അജയൻ ചാലിശ്ശേരിയെ ആദരിച്ചു. മലയാളം, തമിഴ്, തെലുങ്കു തുടങ്ങി വിവിധ ഭാഷകളിലെ സിനിമകൾക്ക് കലാസംവിധാനം നിർവഹിച്ചിട്ടുള്ള അജയൻ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ കലാസംവിധാനത്തിലൂടെയാണ് ശ്രദ്ധേയനായത്. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കിയ അനുമോദന ചടങ്ങിൽ കൺവീനർ MM അഹമ്മദുണ്ണി ഉപഹാരം സമർപ്പിച്ചു. ചെയർമാൻ VV ബാലകൃഷ്ണൻ, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ, P ദിജിമോൾ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളിയാഴ്ച രാത്രി നടന്ന രണ്ടാം സെമിയുടെ ആദ്യപാദ മത്സരത്തിൽ FC പട്ന എതിരില്ലാത്ത ഒരു ഗോളിന് ഫിഫ മഞ്ചേരിയെ തോൽപ്പിച്ചു. ഇതേ ടീമുകൾ ഞായറാഴ്ച രാത്രി രണ്ടാം പാദ സെമിയിൽ മത്സരിക്കും. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും മാർവൽ ക്ലബ്ബ് ഗ്രാമത്തിലെ കായികരംഗത്തെ വളർച്ചയ്ക്കു വേണ്ടി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിൽ കഴിഞ്ഞ 23 മത്സരങ്ങൾക്കും മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ കായിക പ്രേമികളുടെ മികച്ച പിന്തുണയാണ് ലഭിച്ചത്. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെയും ആർപ്പുവിളികളുടെയും ആരവത്തോടെയാണ് മൈതാനത്ത് ഫുട്ബോൾ ആരാധകർ കളി കാണാൻ എത്തുന്നത്. ഫൈനൽ മത്സരം ചൊവ്വാഴ്ച നടക്കും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുടുംബത്തിന്റെ ഉപജീവനമാർഗമായിരുന്ന ആടുകളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. ദേശമംഗലം ചേനത്തുകാട് വാലിക്കുളങ്ങര വീട്ടിൽ സുഭാഷിണിയുടെ 6 ആടുകളെയാണ് 8ഓളം നായ്ക്കൾ കൂട്ടിൽ കയറി കടിച്ചുകൊന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവ സമയം സുഭാഷിണി അയൽപ്പക്കത്തെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. സുഭാഷിണിക്കൊപ്പം താമസിക്കുന്ന അമ്മ പത്മാവതിയും മകൻ ശരത്തും ബന്ധുവീട്ടിൽ കല്യാണത്തിന് പോയിരുന്നു. ആടുകളുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി നായ്ക്കളെ ഓടിക്കുമ്പോഴേക്കും കൂട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആടുകളും ചത്തിരുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പ് സുഭാഷിണിയുടെ ഭർത്താവ് ഹരിദാസ് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണപ്പെട്ടത്. അതിനുശേഷം കൂലിപ്പണി ചെയ്ത് സ്വരൂപിച്ച പണം ഉപയോഗിച്ചാണ് സുഭാഷിണി ആടുകളെ വാങ്ങി വളർത്താൻ തുടങ്ങിയത്. ഏക വരുമാനമാർഗം ഇല്ലാതായതോടെ ഉപജീവനത്തിന് വഴി തേടുകയാണ് കുടുംബം. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷ നടത്തി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷ സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പട്ടാമ്പി സബ് ജില്ലയുടെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷ നടത്തിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UG തുടങ്ങിയ 3 വിഭാഗങ്ങളായാണ് പരീക്ഷ നടത്തിയത്. 100ഓളം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു. IAS കോച്ചിങ്ങിനായുള്ള പാലക്കാട് ജില്ലയിലെ 5ാമത്തെ കേന്ദ്രമാണ് പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്നത്. സാമ്പത്തികമായി കോച്ചിങ്ങിന് പോകാൻ സാധിക്കാത്ത കഴിവുള്ള കുട്ടികൾക്കുള്ള ആശ്രയ കേന്ദ്രമായിട്ടാണ് കോച്ചിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. MSF പ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് IAS കോച്ചിങ് നടത്തുന്ന ഒരു സെൻറ്റർ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ IAS കോച്ചിങ് അക്കാഡമിയിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കാനുള്ള ടാലൻ്റ് എക്സാമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുടനീളം ഇന്ന് ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പട്ടാമ്പിയിൽ, പാലക്കാട് ജില്ലയിൽ 5 സെൻറ്ററുകളുണ്ട്. അതിൽ പട്ടാമ്പിയിലെ സെൻറ്ററാണ് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ ഈ എക്സാം നടക്കുന്നത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അതുപോലെ UG വിഭാഗങ്ങളിലായി 3 കാറ്റഗറിയിലാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 100ഓളം കുട്ടികൾ ഇവിടെ പങ്കെടുക്കുക. കാലിബറുള്ള കുട്ടികളെ, എന്നാൽ സാമ്പത്തികമായി കോച്ചിങ്ങിന് പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് ഉള്ള ഒരു അഭയകേന്ദ്രം, ആശ്രയ കേന്ദ്രം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അക്കാഡമി എന്നത് വലിയ സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ കഴിവുണ്ടായിട്ടും അവർക്ക് വലിയ സംഖ്യ ചെലവഴിച്ച് ഭാരിച്ച സാമ്പത്തികം താങ്ങാൻ കഴിയാതെ IAS കോച്ചിങ്ങിനൊന്നും പോകാൻ കഴിയാത്ത ആളുകൾക്ക് തീർച്ചയായും അവരുടെ കാലിബറിന് പറ്റിയ ഒരിടമാണ് ഇന്ന് ഈ നടത്തുന്ന സെൻറ്റർ. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി
89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 44 വയസ്സുള്ള കൊമ്പൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുംതറയിലായിരുന്നു അന്ത്യം. കോഴിക്കോട് സാമൂതിരി രാജ 1986 സെപ്റ്റംബർ 8 മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത്. 2006 മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട്. 2 ആഴ്ച മുമ്പ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചത്. ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു. ജഡം ഇന്ന് വൈകിട്ടോടെ കോടനാട് വനത്തിൽ സംസ്കരിച്ചു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വണ്ടുംതറ ദേശവേല ആഘോഷിച്ചു. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായാണ് വണ്ടുത്തറ ദേശവേല ആഘോഷിച്ചത്. രാവിലെ കൊട്ടിയിറക്കൽ നടന്നു. വിവിധ ആഘോഷ കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ വേലക്കണ്ടത്തിൽ സംഗമിച്ചു. പാനയും ഉണ്ടായിരുന്നു. രാത്രിയോടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തി. നാടൻ കലാരൂപങ്ങളും താളമേളങ്ങളും ആഘോഷത്തിന് മാറ്റേകി. അറിയിപ്പ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആർട്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് പ്രവേശനത്തിന് കലാവിഷയങ്ങളിൽ അഭിരുചിയും താൽപ്പര്യവുമുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 7ാം ക്ലാസ് ജയിച്ച 2024 ജൂൺ 1 14 വയസ്സ് കവിയാത്തവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം കലാമണ്ഡലത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി മെയ് 21. കൂടുതൽ വിവരങ്ങൾക്ക് 04884 262418 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.